ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളുടെ ബാക്കി മൃതദേഹങ്ങൾ അടിയന്തിരമായി വിട്ടുനൽകണമെന്ന ആവശ്യം ശക്തമാക്കി ഇസ്രായേൽ. ഇതുവരെ 4 മൃതദേഹങ്ങൾ മാത്രമാണ് ഹമാസ് വിട്ടുകൊടുത്തത്. ഇതോടെ ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി ഇസ്രായേൽ ആരോപിക്കുകയാണ്. ഇനി 24 മൃതദേഹങ്ങളാണ് വിട്ടുകിട്ടാനുള്ളത്. ഇന്നലെ തന്നെ ഇവ വിട്ടു നൽകണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു. തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിയുന്നില്ലെന്നാണ് ഹമാസിന്റെ വിശദീകരണം. കോട്ടയം ജില്ലാ ആശുപത്രിയിൽ 17-കാരി പെൺകുഞ്ഞിന് ജന്മം നൽകി. അമിത രക്തസ്രാവത്തെ തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിലാണ് പെൺകുട്ടി. അതിനാൽ മൊഴിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു പ്രസവം. പെൺകുട്ടി ഗർഭിണിയാണെന്ന വിവരം സ്കൂൾ അധികൃതരാണ് മാസങ്ങൾക്ക് മുൻപ് വീട്ടുകാരെ അറിയിച്ചത്. തുടർന്ന് അമ്മ പെൺകുട്ടിയെ വയനാട്ടിലെ ബന്ധുവീട്ടിലേക്ക് മാറ്റിയിരുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 2 കോടിയിലധികം രൂപ വിലമതിക്കുന്ന വജ്രം പിടിച്ചെടുത്തു. എയർ ഏഷ്യ വിമാനത്തിൽ ബാങ്കോക്കിലേക്ക് പോകാനെത്തിയ മലപ്പുറം സ്വദേശിയിൽ നിന്നാണ് DRI ഉദ്യോഗസ്ഥർ വജ്രം പിടികൂടിയത്. DRIക്ക് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ യാത്രക്കാരെ വിശദമായി പരിശോധിച്ചതോടെയാണ് യാത്രക്കാരന്റെ ബാഗിൽ നിന്ന് വജ്രം കണ്ടെടുത്തത്. മലപ്പുറം സ്വദേശിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വജ്രം എവിടെ നിന്നെത്തിച്ചു, ആർക്ക് കൈമാറാനുള്ള നീക്കമായിരുന്നു, ഇടനിലക്കാരുണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അധികൃതർ വിശദമായി അന്വേഷണം നടത്തും. മൂവാറ്റുപുഴയിൽ വിശ്വാസ സംരക്ഷണ യാത്രയുടെ ഉദ്ഘാടനത്തിനായി നിർമ്മിച്ച പന്തൽ തകർന്നു വീണു. പന്തലിനകത്ത് കുടുങ്ങിയ ആളുകളെ സുരക്ഷിതമായി പുറത്തെത്തിച്ചിട്ടുണ്ട്. ബെന്നി ബെഹനാൻ MP നയിക്കുന്ന യാത്രയുടെ ഉദ്ഘാടനം അല്പസമയത്തിനകം തുടങ്ങാനിരിക്കെയാണ് പന്തൽ പൊളിഞ്ഞു വീണത്. പന്തലിനുള്ളിൽ കുടുങ്ങിയവർക്ക് നിസാര പരിക്കേറ്റിട്ടുണ്ട്. മറ്റ് ആളപായങ്ങളില്ല. എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കുമെന്നും വലിയ അപകടം ഒഴിവായത് ആശ്വാസമാണെന്നും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. സ്ഥിരമായി പന്തൽ ഇടുന്നവർ തന്നെയാണ് ഇവിടെയും പന്തൽ ഇട്ടത്. പരിപാടി കൃത്യസമയത്ത് നടക്കുമെന്നും ഷിയാസ് വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കും വിശ്വാസവഞ്ചനയ്ക്കുമെതിരെയാണ് KPCC വിശ്വാസ സംരക്ഷണ യാത്ര സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ മധ്യമേഖല യാത്ര ബെന്നി ബെഹനാൻ MP യാണ് നയിക്കുന്നത്. പ്രഭാത നടത്തത്തിനിടെ പിന്നിൽ നിന്ന് വാഹനമിടിച്ച് പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. മകനോടൊപ്പം താമസിച്ചിരുന്ന മൂവാറ്റുപുഴ ഹോസ്റ്റൽ ജംഗ്ഷൻ മണ്ണത്തുകാരൻ ബേബി മാത്യു ആണ് മരിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ 5:30 തങ്കളം തൃക്കാരിയൂർ റോഡിൽ ഷാപ്പുംപടിക്ക് സമീപമാണ് അപകടമുണ്ടായത്. അപകടത്തിനിടയാക്കിയ വാഹനത്തിൽ തന്നെ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തലക്കേറ്റ പരിക്ക് ഗുരുതരമായതിനാൽ ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി. ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെ മരിച്ചു. സ്വന്തം വീടിന്റെ മുൻപിൽ വെച്ച് വാഹന അപകടത്തിൽ 3 വയസ്സുകാരൻ മരണപ്പെട്ടു. കളരാന്തിരി മാതാംവീട്ടിൽ താമസിക്കുന്ന ചാൽപോയിൻ മുനീറിന്റെ മകൻ ഉവൈസ് ആണ് ഇന്നലെ വൈകുന്നേരം സ്വന്തം വീടിന്റെ മുൻപിൽ വെച്ച് വാഹനാപകടത്തിൽ മരണപ്പെട്ടത്. ഇന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉച്ചയോടെ ഖബറടക്കും. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പ്. ദിവസങ്ങളായി റെക്കോർഡുകൾ പുതുക്കുന്ന സ്വർണ്ണവില ഇന്നും വർദ്ധിച്ചു. ഇന്ന് 1 പവന് 400 രൂപ വീതമാണ് വർദ്ധിച്ചത്. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ വില 94,520 രൂപയായി. ഗ്രാമിന് 50 രൂപ വർദ്ധിച്ച് 11,815 രൂപയായി. ഇന്നലെ സ്വർണ്ണവില 3 തവണയാണ് മാറിയിരുന്നത്. രാവിലെ വർദ്ധിക്കുകയും ഉച്ചയ്ക്ക് കുറയുകയും വൈകിട്ട് വീണ്ടും വർദ്ധിക്കുകയുമായിരുന്നു. സ്വർണ്ണവില ഒക്ടോബർ 3-ലെ 86,560 രൂപയാണ് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്ക്.